ശബരിമലയിലെ വാജി വാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഒരു ബോർഡ് യോഗത്തിലും അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് അന്ന് അംഗമായിരുന്ന രാഘവന്റെ പ്രതികരണം അല്പം മുമ്പ് ഉൾപ്പെടെ വന്നത്. പക്ഷേ ഈ ദൃശ്യത്തിൽ രാഘവനുമുണ്ട്, കെ രാഘവനുമുണ്ട്. അല്ല, രാഘവനെ അറിയില്ല. അദ്ദേഹം ഏതാണ്ട് ഇതിന് വലിയൊരു കേസാകുമെന്നും ആ കേസിൽ പ്രതിയാകാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെയുള്ള മാർഗങ്ങൾ ഇതൊന്നും കേസോ. ഇത് ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. തന്ത്രിക്ക് കൊടുത്തു എന്നുള്ളത് കേരള ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്ന വിഷയമാണ്. ഇതെന്തിനാണ് ചർച്ച ചെയ്ത കാര്യം? കേരള ഹൈക്കോടതിയിൽ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ശ്രീ രാമചന്ദ്രനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കമുള്ള ബെഞ്ച് അതിന് ഞങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. ക്ലാരിറ്റി വന്നാൽ കൊള്ളാം. അത് ഏത് കാലത്താണ് ഹൈക്കോടതി അങ്ങനെ ശ്ലാഘിച്ചത്? അങ്ങനെ ശ്ലാഘിച്ചിട്ടുണ്ടോ? വാജിവാഹനം തന്ത്രിക്കാണ് നൽകേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടത് മറ്റൊരു വിഷയമാണ്. അതും ഇതുമായി ബന്ധിപ്പിക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ വാജിവാഹനം നൽകിയതിൽ സാങ്കേതികമായി പ്രശ്നങ്ങളില്ലേ? ദേവസ്വം ബോർഡ് തീരുമാനം ഉണ്ടായിരുന്നു. പ്രശ്നവുമില്ല, സാങ്കേതികവുമില്ല, ഒന്നുമില്ല. ഇത് തന്ത്രിക്ക് കൊടുക്കുകയും തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ഈ കൊടിമര പ്രതിഷ്ഠയെ കുറിച്ച് ശ്ലാഘിക്കുകയും ചെയ്തുകൊണ്ടുള്ള കോടതി റിപ്പോർട്ട്, കോടതിയുടെ വിധി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അയച്ചു തരാം. പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ബഹളം വെക്കുന്നത്? അല്ല, ഞങ്ങൾ ബഹളം വെക്കുന്നതല്ലേ. സ്വാഭാവികം അയ്യപ്പ ഭക്തരുടെ വികാരവും അയ്യപ്പ ഭക്തരെ ബാധിക്കുന്ന ഒരു നിമിഷം അങ്ങനെ പറഞ്ഞു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല പോലെ പരിപാവനമായ ഒരിടത്തെ കൊള്ള, ആ കൊള്ളയുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസ് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് വാർത്തകൾ നൽകുന്നത്. അക്കാര്യത്തിൽ ഇതുവരെയും പൊതുസമൂഹത്തിനോ ഈ വാർത്തകൾ കാണുന്ന ആർക്കുമോ സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ ആരോപണ മുന്നിൽ നിർത്തുന്നത് ശരിയല്ല. അത് അക്കാര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോകരുത് ഞാൻ അഭ്യർത്ഥിക്കണം. പക്ഷേ ഈ വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുയരുന്ന ആരോപണങ്ങൾ, അതിന്റെ തുടർച്ചയായി ഈ കോടതിയിലൊക്കെ വന്ന വിഷയങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? എന്ത് പ്രസക്തി ഈ ആരോപണങ്ങൾക്ക്? എന്ത് പ്രസക്തി? വാജിവാഹനം കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു, അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ കേസ് തീർപ്പാക്കിയിരിക്കുന്നു. അത് രണ്ടാമത് കുത്തിപ്പൊക്കാൻ മാധ്യമങ്ങൾക്ക് എന്ത് അവകാശം? അല്ല, ഇപ്പോൾ ഈ കെ രാഘവൻ പിന്നെ എങ്ങനെയാണ് രംഗത്ത് വരുന്നത്? ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഈ കൈമാറുന്ന ഒരു ചടങ്ങായാണോ നടത്തിയത്? അല്ല, ഈ കൈമാറുന്ന ഒരു ചടങ്ങായി തന്നെയാണ് നടത്തിയത്? പരസ്യമായി നടത്തിയ ചടങ്ങാണോ വാജിവാഹനം കൈമാറാൻ? അത് ചടങ്ങായി നടത്തി, ടി.വിയിൽ വന്നു, ന്യൂസ് പേപ്പറിൽ വന്നു, വലിയ വാർത്തയാണല്ലോ. അതൊന്നും ഒരു ചതിയും കളവൊന്നുമില്ലല്ലോ. അത് ഹൈക്കോടതിയിൽ കൊടുത്തു, അംഗീകാരവും വാങ്ങി. പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്റെ ചോദ്യം അതാണ്. മാധ്യമങ്ങൾക്ക് മുകളിലേക്ക് പഴിചാരുന്നു എന്നിടത്താണ് എന്റെ അങ്ങനെയുള്ള വലിയ വിയോജിപ്പ്. മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരുന്നു. ശബരിമലയിൽ നടന്ന വലിയ കൊള്ളയാണ്. ആ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ എളുപ്പമാണ് മാധ്യമങ്ങൾക്ക് മുകളിലേക്ക് പഴി. അതല്ല ഇവിടുത്തെ വിഷയം. വിഷയത്തെ അതിന്റെ മെറിറ്റിൽ കാണുക. അല്ലല്ല, അങ്ങ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. രണ്ട് വിഷയമാണ്. ഒന്ന്, അല്ല അങ്ങ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ്. ഒരു നിമിഷം ഒറ്റ നിമിഷം അങ്ങ് പറഞ്ഞോളൂ. അങ്ങക്ക് സമയമെടുത്ത് അങ്ങ് വിശദീകരിച്ചോളൂ. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്തേത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ സ്വർണ്ണക്കൊള്ളയുമായി വാജിവാഹനം കൈമാറിയതിന് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ. പക്ഷേ സാധാരണ നിലയിൽ വാജിവാഹനം അവിടെ കൈമാറി, അതിൽ ദേവസ്വം ബോർഡിന്റെ ചട്ടപ്രകാരമുള്ള തീരുമാനമുണ്ടോ? ദേവസ്വം ബോർഡ് അറിയാതെ ചെയ്തത്, അതിൽ ഒരു ക്ലറിക്കൽ എററാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്ത്രിക്ക് കൊടുത്തേക്കാം എന്നൊരു തീരുമാനമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഈ വാജിവാഹനം കൈമാറുന്നതിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ തീരുമാനമില്ല എന്ന് അന്നത്തെ ബോർഡ് അംഗമായ രാഘവൻ പറയുമ്പോൾ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ അവിടെ നിൽക്കുകയുമാണ്. ഈ രണ്ടും രണ്ടല്ലേ എന്നുള്ള സംശയമാണ്. അക്കാര്യത്തിൽ അങ്ങനെ ക്ലാരിറ്റി വേണ്ടത്. അതല്ലേ, ഈ വാജിവാഹനം കൈമാറുമ്പോൾ രാഘവൻ അവിടെയുണ്ട്. രാഘവൻ അടക്കം അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഇത് കോടതി അംഗീകരിച്ചിരിക്കുന്ന വിഷയം റീഓപ്പൺ ചെയ്യാനുള്ള അവകാശം എന്താണ്? എന്തിനു വേണ്ടി ഇത് റീഓപ്പൺ ചെയ്തു? ഇത് വാർത്ത റീഓപ്പൺ ചെയ്ത് ഹൈക്കോടതി ഇത് അംഗീകരിച്ച ഒരു കേസ്
വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ഹൈക്കോടതി അംഗീകാരം നൽകിയൊരു കേസ്. അത് ശബരിമല കാര്യങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചാണോ അംഗീകാരം നൽകിയത്? എപ്പോഴാണ് അംഗീകാരം നൽകിയതിന്റെ റിപ്പോർട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാലോ? അല്ല, പൊതുജനം കേൾക്കുകയല്ലേ, അങ്ങ് പറയൂ. അല്ല, അത് ഈ വാജിവാഹനം കൊടുത്തതിന് ശേഷം 2018 6-ാം മാസത്തിൽ കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറിപ്പ് കൊടുത്ത റിപ്പോർട്ടിന്റെ 5-ാമത്തെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണിത്. അതിനുശേഷം അത് അംഗീകരിച്ചു. കേരള ഹൈക്കോടതിയുടെ അംഗീകാരത്തിന് കേരള ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറാണല്ലോ ഈ പ്രവൃത്തി മുഴുവൻ ചെയ്തത്. അദ്ദേഹം ചെയ്തതിനെ കുറിച്ച് ശ്ലാഘിച്ചുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ദേവൻ രാമചന്ദ്രന്റെയും അടങ്ങുള്ള ഒരു വിധി വ്യക്തമായിട്ടുണ്ട്. അതെല്ലാം നോക്കേണ്ടത് നിങ്ങൾ. അല്ല, അത് ഞാൻ നോക്കുന്നതിന്റെ പ്രശ്നമല്ല. അങ്ങ് ഇപ്പോഴും ഞങ്ങളെ മറുപക്ഷത്ത് നിർത്തുന്നതിന്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ ഏതെങ്കിലും പക്ഷത്തിന്റെ പ്രശ്നമല്ല. ഇത് രണ്ട് വിഷയമാണ് എന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മറ്റൊരു വാർത്ത കൊടുത്തു എന്നതിന്റെ അർത്ഥത്തിലെടുക്കരുത്. ഈ ശബരിമലയിലെ വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു. ഒന്നും അറിഞ്ഞില്ല എന്ന് അത്രയും മെമ്പറായിരുന്ന രാഘവൻ പറഞ്ഞു. ഈ ദൃശ്യങ്ങൾ 2017 വിട്ട ദൃശ്യങ്ങളല്ലേ? പിന്നെ നിങ്ങൾ അതെ, ഉറപ്പായും ശബരിമലയിലെ സ്വർണം പൂശിയ ദൃശ്യങ്ങളും ദ്വാരപാലകരുടെ ശില്പങ്ങളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ മാത്രമേ നേരത്തെ പുറത്തുവിട്ടതാണ്. അത് ചില സാഹചര്യങ്ങളിൽ പ്രത്യേകമായി വരേണ്ടത്. അല്ലാതെ താങ്കൾ പറയുന്നത് ഖണ്ഡിക്കുന്നു എന്നതിന്റെ ഭാഗമായല്ലേ ഇതൊക്കെ പറയുന്നത്? കേസ് കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസ് നിങ്ങൾ എന്തിന് പുറത്തു കൊണ്ടുവന്ന് അലക്കുന്നു എന്നതാണ് എന്റെ ചോദ്യം. അല്ല, ആ ചോദ്യം അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. എന്തിനീ വിഷയം വീണ്ടും സജീവമാകുന്നു? കെ രാഘവൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ഞാൻ തിരിച്ചുള്ള ചോദ്യമാണ്. ഈ സ്വർണ്ണ തീവെട്ടിക്കൊള്ള ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കേസ് കോടതി അത് തീർപ്പ് കൽപ്പിച്ചൊരു കേസ്, ആ വിഷയം അതെന്തിനാണ് പൊതുമധ്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് മാധ്യമങ്ങൾ അലക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പുതിയൊരു താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ശബരിമലയിലെ ഈ തീവെട്ടിക്കൊള്ള അതിന്റെ ഗ്രാവിറ്റി മറ്റാളുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കുൽസിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങേ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൂടി ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങേ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടോ? അറസ്റ്റ് ഭയം കൊണ്ടാണോ കെ രാഘവൻ ഇപ്പോൾ ഈ തിരിച്ചുള്ള നിലപാടെടുക്കുന്നത്? ഈ കേസ് ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു കേസ് ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചൊരു കേസല്ലേ? നിങ്ങളാണ് തീരുമാനിക്കുന്നത് കേസുണ്ട്? അല്ലല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതാണ് ആദ്യം മുതൽ അങ്ങയോട് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായ നിലപാടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അങ്ങ് എപ്പോഴും ഈ മാധ്യമങ്ങൾ എന്ന നിലയിൽ പറയുന്നത്, മാധ്യമങ്ങൾ ചിലപ്പോൾ പലരും ഉണ്ടാകാം അത്തരത്തിൽ. മാതൃഭൂമിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആ വാർത്തകൾ കൊടുക്കുന്നത്. ശബരിമലയിലെ ഈ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പഠിക്കണം. അതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡുകൾ, കേരള ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടുകൾ, അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം വേണമായിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. ശരി, ഏതായാലും അങ്ങ് പ്രതികരിച്ചതിന് നന്ദി. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അതേസമയം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ റെക്കോർഡുകൾ, വിശ്വാസപരമായ പലതും കേരള ജനത പൊതുവിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. ആ പഠനത്തിന്റെ തുടർച്ചയുണ്ട്. അനുരണനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണ്ടു എന്ന് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്. വാജിവാഹനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അത്തരമൊരു ചർച്ച